നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെ കോമാളി എന്ന് വിളിച്ച മുതിർന്ന ഡി.എം.കെ നേതാവ് ദയാനിധി മാരന്റെ പ്രസ്താവന തമിഴ്നാട്ടിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുൻ കേന്ദ്രമന്ത്രിയായ ദയാനിധി മാരൻ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയത്. എന്നാൽ അണ്ണാമലയ്ക്ക് പിന്തുണയുമായി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗപ്രവേശനം ചെയ്തതോടെ ഡി.എം.കെ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ദയാനിധി മാരൻ തന്റെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിലും അണ്ണാമലയ്ക്കെതിരായ കോമാളി പരാമർശം തിരിച്ചടിയാകുമോ എന്ന ഭയം ഡി.എം.കെ ക്യാമ്പിൽ ഇപ്പോൾ ശക്തമാണ്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദയാനിധി മാരൻ നടത്തിയ അധിക്ഷേപം അണ്ണാമലയ്ക്ക് അനുകൂലമായി സഹതാപ തരംഗം ഉണ്ടാക്കുമോ എന്ന പേടിയാണ് ഇപ്പോൾ ഒരു വിഭാഗം ഡി.എം.കെ നേതാക്കൾക്കുള്ളത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ മുൻപ് നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ സോണിയാഗാന്ധിയുടെ മൗത് കാ സൗദാഗർ, രാഹുലിന്റെ ചൌക്കിദാർ ചോർഹെ, മണിശങ്കർ അയ്യരുടെ ചായ്വാല, നീച്ച് തുടങ്ങിയ അധിക്ഷേപ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് നൽകിയത്. ദയാനിധി മാരന്റെ കോമാളി പരാമർശം ഇതേ രീതിയിൽ വോട്ടർമാർക്കിടയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തമിഴ്നാട്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. 2G സ്പെക്ട്രം ടെലികോൺ കുംഭകോണത്തിൽ നിയമ നടപടികൾ നേരിട്ട മാരന് സിറ്റിംഗ് സീറ്റായ ചെന്നൈ സെൻട്രലിൽ ബി.ജെ.പിയുടെ യുവ സ്ഥാനാർത്ഥി വിനോജ് പി സെൽവം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഡി.എം.കെയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം എൻ.ഡി.എ ഇത്തവണ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. കൂടാതെ 2021 അണ്ണാമലൈ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഡി.എം.കെയുടെ അഴിമതി ഭരണത്തിനും ഹിന്ദു വിരുദ്ധ സമീപനങ്ങൾക്കുമെതിരെ നിരന്തരം ശബ്ദിക്കുന്ന നേതാവാണ് അണ്ണാമലൈ. എ.ഡി.എം.കെ ദുർബലമായതോടെ പലപ്പോഴും പ്രതിപക്ഷ നിരയിലെ മുന്നണി പോരാളി എന്ന ഇമേജ് നേടിയെടുക്കാൻ മുൻ IPS ഓഫീസറായ അണ്ണാമലയ്ക്ക് സാധിച്ചിരുന്നു. അതോടൊപ്പം ബി.ജെ.പി. അണ്ണാമലയുടെ തെളിവുകൾ സഹിതമുള്ള പല വെളിപ്പെടുത്തലുകളും ഡി.എം.കെ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയിരുന്നു. സംസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിൽ അണ്ണാമലയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ജനപ്രീതിയും ഡി.എം.കെ പാളയത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന കാര്യം പരസ്യമായ രഹസ്യവുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണ്ണാമലൈ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ എന്ന യാത്രയ്ക്ക് തമിഴ്നാട്ടിലൊന്നാകെ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. വടക്കൻ തമിഴ്നാട്ടിലെ ഡി.എം.കെയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും യാത്ര വൻ വിജയമായിരുന്നു. എൻ മണ്ണ് എൻ മക്കൾ യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയ വലിയ ജനക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ PMK അടക്കമുള്ള തമിഴ്നാട്ടിലെ പ്രാദേശിക കക്ഷികളുമായി ചേർന്ന് മത്സരിക്കുകയാണ് ബി.ജെ.പി. അതിനാൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് വിവിധ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ബി.ജെ.പിയുടെ വോട്ട് ശതമാനം 2 അക്കം കടക്കുമെന്നും ചില സീറ്റുകളിൽ പാർട്ടി വിജയിക്കുമെന്നുമാണ് പ്രവചനം. കെ അണ്ണാമലൈ ജനവിധി തേടുന്ന കോയമ്പത്തൂർ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 1/2 ഡസനോളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഇത്തവണ വിജയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. പുറത്ത് അസാമാന്യ ധൈര്യം പ്രകടിപ്പിക്കുമ്പോഴും സംസ്ഥാനത്തെ ബി.ജെ.പി. വളർച്ചയിൽ ഡി.എം.കെക്ക് നല്ല ആശങ്കയുണ്ടെന്നത് വ്യക്തമാണ്. സ്റ്റാലിനും ദയാനിധി മാരനും ഡി.എം.കെ സർക്കാരിലെ മന്ത്രിമാരും നടത്തുന്ന പ്രസ്താവനകൾ അധികവും ബി.ജെ.പിയെ ലക്ഷ്യമിടുന്നതാണ്. ബി.ജെ.പി. തമിഴ്നാട്ടിൽ ഒരു ശക്തിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡി.എം.കെ എപ്പോഴും തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അണ്ണാമലയുടെ ചോദ്യം. എന്തായാലും തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തമിഴകത്തെ പോരാട്ടം ഡി.എം.കെ നയിക്കുന്ന ഇന്ത്യ സഖ്യവും ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എയും തമ്മിലാണെന്ന് തെളിയിക്കുന്നതാണ് ദയാനിധി മാരനെ പോലെയുള്ള നേതാക്കളുടെ സമനില തെറ്റിയ ഇത്തരം പ്രസ്താവനകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.